പപ്പ എന്താ ഇവിടെ ഇരിക്കുന്നേ? എണീറ്റോ? അതേ, ഒരു കള്ളൻ ഇപ്പൊ വരും. അവനെ പിടിക്കാൻ. കള്ളനോ? വരുന്നു മമ്മി. തന്റെ കേസാ വിളിക്കണത്. വക്കീല് കാഴ്ച കാണാതിരിക്കല്ലേ? ഞാനൊരു ആലോചനയിലേ പോയി. ആലോചന നല്ലതാണ്. എന്നാ പിന്നെ പുറത്തു പോയി നല്ലോണം ഇരുന്ന് ആലോചിക്കും. കേസ് അടുത്ത മാസം 18 മാറ്റി. സാർ 2 മിനിറ്റ്. അല്ല, നല്ലോണം ഇരുന്ന് ആലോചിക്കും. കേസ് 18 തീയതി. നെക്സ്റ്റ്. എടാ, ഇത് നല്ല ബ്യൂട്ടിഫുള്ളായ ലവ് ലെറ്റേഴ്സ് ആണല്ലോടാ. ഇതെഴുതിയ പേരില്ലാത്ത റോസിൻ്റെ വലിയൊരു ആരാധനാവും ഞാൻ. എന്നിട്ട് ഫ്രെഡിയെ സ്നേഹിക്കുന്ന പോലെ എന്നെയും സ്നേഹിക്കാൻ പറയും. ഇതിനാണ് രാവിലെ തൊട്ട് നീ കാറ് ഓട്ടിക്കുന്നത്. ഇതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. ഞാൻ ഇന്നലെ മോനോട് ചെവി പറഞ്ഞ കാര്യങ്ങളാണ് ഈ കത്തിൽ എഴുതി വന്നേക്കുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ വീട്ടിലാരൊക്കെയോ ഉള്ള പോലെ. അപ്പോൾ വട്ടം തുടങ്ങി. നല്ല കോമ്പിനേഷൻ. വട്ടനായ വക്കീൽ. എടാ, നീ കിടന്നിങ്ങനെ ആലോചിച്ച് കൂട്ടി ടെൻഷനാവല്ലേ? ഇതാരാണ്ട് നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യണേ? 100% ഷുവർ അല്ലേ? നോക്കട്ടെ. പ്രിയപ്പെട്ട ഫ്രെഡി, ഞാൻ അവരെ കേട്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നു. ഞാനൊരു കള്ളനാണെന്നാണ് അയാൾ മകനോട് പറഞ്ഞത്. സത്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്. ഓർക്കാൻ സുഖമുള്ളവ. നിനക്ക് ഓർമ്മയുണ്ടോ, ഇടയ്ക്ക് നമ്മൾ പുറത്ത് നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ നടുവിലിരുന്ന് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനം ജൂലി ഡു യു ലവ് മീയും നിർത്താതെ നമ്മുടെ കാസറ്റ് പ്ലെയറിലിട്ട് അവയെല്ലാം സംസാരിച്ചിരുന്നത്. എടാ, ഇതിലെഴുതിയിരിക്കുന്ന പാട്ട് നിനക്ക് ഓർമ്മയില്ലേ? ബോബി ശർമാൻ്റെ ജൂലി ഡു യു ലവ് മീ. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്ന മോഹനില്ലേ, മൂക്കള മോഹൻ, അവൻ ഈ പാട്ടും പാടിയല്ലേ എൻ്റെ ക്ലാസ്സിലെ ജൂലിയുടെ പുറം നടന്നത്. ചത്തുപോയി കിളിന്റെ ശബ്ദം കേട്ടില്ലേ?
ഈ പാട്ട് മോനെ ആരെ പഠിപ്പിച്ചേ? മമ്മിയാണ്? ഒന്ന് ആലോചിക്കേ. മമ്മിയല്ലേ? പിന്നെ ആരാ? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. എവിടുന്ന്? താഴേന്ന്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ വീടങ്ങ് വിട്ടേക്ക്. വേറൊന്നും നോക്കാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കാലോ. നീ എന്തായി പറയുന്നേ? 6 മാസത്തെ വാടക കൊടുത്ത്. 6 മാസത്തെയോ? നാട്ടിൽ നടക്കുന്ന കാര്യമല്ലാണ് ഈ പറയണത്. എന്നെ സാധാരണ ഒരു വീട്ടിൽ എന്നെ 1 മാസത്തിൽ കൂടി നിർത്താറില്ല. ഇതാകുമ്പോൾ 6 മാസം സേഫ് അല്ലേ, അതുകൊണ്ട് കൊടുത്തത്. നീ എന്തായാലും ആളെ പോയി ഒന്ന് കാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം നിന്റെ തോന്നലാണെങ്കിലും ശരി, അവിടെ നീ താമസിക്കണ്ട, വേറെ നോക്കാം. ആളൊരു മാസത്തെ വാടക എടുത്തോട്ടെ. ഡേസിയും പിള്ളേർക്ക് ഇവിടെ തന്നെ നിൽക്കാലോ. ആള് പുറത്ത് പോയിക്ക്. രാത്രി ചെല്ലാൻ പണിക്കാരൻ പറഞ്ഞു. പോയി നോക്കാം.